കെ.എം. മാണിയും മകനും RSS BJP നേതൃത്വവുമായി ചില വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഈ പറഞ്ഞ വഴിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനാണ്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പഴയ അനുഭവത്തിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴുള്ള വാർത്തകൾ കാണിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കന്മാരെല്ലാം മലപ്പുറത്താണെങ്കിലും കോഴിക്കോട് ലീഗിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. മഹാശക്തിയായതുകൊണ്ടല്ല, കോഴിക്കോട് ലീഗിനാണ് പ്രധാന ശക്തിയെന്ന് മാത്രം പറയാൻ കഴിയില്ല. പക്ഷേ ലീഗിന്റെ സംഘടനാ കാര്യങ്ങൾ എടുക്കുമ്പോൾ കോഴിക്കോട് ഒരു കേന്ദ്രമാണ്. ആ കോഴിക്കോടുള്ള ലീഗ് ഓഫീസിൽ ലീഗ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും ചർച്ച ചെയ്യുന്ന കാര്യം ഇപ്പോൾ പുറത്തുവരുന്നു. ഈ നീക്കമാണ്, അതായത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപം കൊള്ളാൻ ചില കളവൊരുക്കലാണ്. ഇവിടെ ലീഗ് നേതൃത്വം വ്യക്തമാക്കണം എന്താണ് ചർച്ച, എന്ത് ചർച്ചയാണ് നടത്തിയത്. BJPയുടെ പുതിയ ഭാരവാഹികൾ വന്നതുകൊണ്ട് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മറ്റേത് ഓഫീസിൽ അവർ പോയി? ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പാർട്ടി മാത്രമേ ഉള്ളൂ, അവർ ഓഫീസ് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും പോയോ? അപ്പൊ ഇന്ത്യൻ മുസ്ലിം ലീഗ് അതിന്റെ നേതൃത്വം ഈ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്.